എക്സാലോജിക്കിന് എന്തിന് പണം നൽകി? ആ ചോദ്യം ഇതാ വന്നു കഴിഞ്ഞു. എക്സാലോജിക് സൊല്യൂഷനും KSIDCയും ഹൈക്കോടതി കൊടുത്ത ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. SFIO തുടർ നടപടികൾ അതോടെ തുടങ്ങി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് തുടർ നടപടിയിലേക്ക് പ്രവേശിച്ചത്. ഹൈക്കോടതിയുടെ മുമ്പിലെ KSIDCയും എക്സാലോജിക് സൊല്യൂഷൻ കേസ് പെൻഡിങ്ങിലായിരുന്ന സമയം കൊണ്ട് അന്വേഷണം അല്പം മന്ദീഭവിച്ചു. ഇപ്പം ആ കേസിൻ്റെ അന്വേഷണം നടക്കട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞതോടുകൂടി SFIO നടപടികൾ തുടങ്ങി. 12 സ്ഥാപനങ്ങൾക്കാണ് CMRL പണം കൊടുത്തത്. ആ കൂടെ വീണ വിജയൻ്റെ എക്സാലോജിക് സൊല്യൂഷനിലും കൊടുത്തിരിക്കുന്നു. ഇപ്പം ചെന്നൈയിലെ സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ചെന്നൈയിലെ SFIOയുടെ ഓഫീസിൽ നിന്ന് 12 സ്ഥാപനങ്ങൾക്കും നോട്ടീസ് പോയിരിക്കുന്നു. നമുക്ക് ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ എക്സാലോജിക് സൊല്യൂഷനും CMRലും പറഞ്ഞിരിക്കുന്നത് IT അനുബന്ധമായ ചില ഇടപാടുകൾക്കാണ് പണം CMRL എക്സാലോജിന് കൊടുത്തത് എന്ന് 2 കൂട്ടരും പറഞ്ഞിരിക്കുന്നു. ഹൈക്കോടതിയിൽ അങ്ങനെയാണ് അവരുടെ കേസിന് ഇവർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. സേവനമാണ് ചെയ്തതിനാണ്, IT സേവനമാണ്. CMRലും ഈ കമ്പനിയും തമ്മിൽ എന്ത് സേവനം എന്നുള്ള ചോദ്യം ഇപ്പം വന്നിരിക്കുന്നു. നിങ്ങൾ ഉൽപ്പന്നമായിട്ടുള്ള ഇടപാടാണോ അതോ സർവീസ് ഇടപാടാണോ? അതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ട്രേഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെന്നെങ്കിൽ സേവനം ചെയ്തിട്ടുണ്ടോ, അതിനാണോ പണം കൊടുത്തിരിക്കുന്നത്? ഉണ്ടെങ്കിൽ എന്ത്? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലിമിറ്റഡ് കമ്പനിയാണ്. അവിടെ ഒരു വർക്ക് ഓർഡർ ലഭിക്കണം, അവിടെ ഒരു ഇൻവോയ്സ് വേണം, ഈ രേഖകളെല്ലാം ഹാജരാക്കണം. അത് എക്സാലോജിക്ക് ഹാജരാക്കേണ്ടി വരും. CMRലും ആ ഇടപാടിന് ആധാരമായ റെക്കോർഡുകൾ ഹാജരാക്കേണ്ടി വരും. ബന്ധപ്പെട്ട കമ്പനികൾ രണ്ടും ലിമിറ്റഡ് കമ്പനിയാണ്. കമ്പനി ആക്ട് അനുസരിച്ച് 217(2) പ്രകാരം 2 കമ്പനികളും ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ബാധ്യസ്ഥരാണ്. 2016-2017 മുതലാണ് എക്സാലോജിക് സൊല്യൂഷൻ കർത്തായുടെ CMR കമ്പനിയുമായിട്ടുള്ള ഇടപാടുകൾ തുടങ്ങിയത്. IT അനുബന്ധങ്ങൾ അനുസരിച്ചുള്ള ഇടപാടാണ് എന്ന് 2 കൂട്ടരും പറഞ്ഞുകൊണ്ട് അതിന് ഇനി തർക്കം പറയാൻ ഒക്കില്ല. ED ഇതേപ്പറ്റി നേരത്തെ അന്വേഷിച്ചിരുന്നു. അവർക്ക് ചില വസ്തുതകൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് EDയുടെ ആ റിപ്പോർട്ടും അന്ന് അവർ കളക്ട് ചെയ്ത വിവരങ്ങളുമൊക്കെ SFIOയ്ക്ക് കൈമാറേണ്ടി വരും. അവർ ഈ ഇടപാടിൽ സഹകരിച്ചില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകേണ്ടി വരും. 12 സ്ഥാപനങ്ങൾ ഇവിടെ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ട്. CMRൽ എന്തിനാണ് ഈ 12 സ്ഥാപനങ്ങൾക്ക് പണം കൊടുത്തത്? എന്ത് സേവനം ചെയ്തു അവർ? അല്ലെങ്കിൽ അവർ എന്ത് ഉൽപ്പന്നം വിറ്റു? എന്താണ് നിങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ? അതിപ്പം ചോദിച്ചു തുടങ്ങി. എക്സാലോജിക് സൊല്യൂഷന് എന്ത് സേവനം അവർ ഇങ്ങോട്ട് കൊടുത്തു, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് സേവനം ലഭിച്ചു CMRലിന്? അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ ഇപ്പം അത്ര പന്തിയല്ല എന്ന് തോന്നുന്നു. ഇതിന് ഇനി കൊടുക്കുന്ന വിവരങ്ങൾ IT ഇടപാടിൽ ഉള്ള മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം IT ഇടപാടുമായിട്ടുള്ള കാര്യത്തിനാണ് പണം ലഭിച്ചുകൊണ്ടിരുന്നത് എന്ന് എക്സാലോജിക് സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞു. IT ഇടപാടിനാണ് തങ്ങളും പണം കൊടുത്തെന്ന് അവർ CMRലും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഇനി മാറ്റം ഉണ്ടാകാൻ പറ്റില്ല. അതേപ്പറ്റി മാറ്റി പറയാനും പറ്റില്ല.
അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള രേഖകളാണ് ഇപ്പം SFIA ചോദിക്കുന്നത്. രേഖകളില്ലെങ്കിൽ വെള്ളത്തിലാവും. എന്തിനാണ് പണം കൊടുത്തതെന്നുള്ള ചോദ്യത്തിൻ്റെ പ്രസക്തി അവിടെയാണ് വരുന്നത്. ഒരു സേവനം നടത്താതെ പണം കൊടുത്തെങ്കിൽ അത് എന്തിന് CMRL ആ പണം കൊടുത്തു, എന്തിന് ഇവർ ആ പണം വാങ്ങിച്ചു, അല്ലെങ്കിൽ എന്തിന് ആ പണം ഡിമാൻഡ് ചെയ്തു? ഇങ്ങനെയുള്ള കാര്യത്തിലോട്ടൊക്കെ വരുമ്പം പ്രോസിക്യൂഷൻ ഫേസ് ചെയ്യേണ്ടി വരും എക്സാലോജിക്ക്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. വരും ദിവസങ്ങളിലെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സത്വര നടപടികളിലേക്ക് പോകുകയാണ് SFIO. കഴിഞ്ഞ കുറേ നാളുകളായി ഇതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പത്രമാധ്യമങ്ങളിൽ നിന്ന് മാറി നിന്നിരുന്നു. പക്ഷേ ഇപ്പം 12 സ്ഥാപനങ്ങൾ SFIOയുടെ നോട്ടീസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സെക്ഷൻ 217(2) പ്രകാരം, കമ്പനി ആക്ട് പ്രകാരം എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് കൊടുക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ കമ്പനിയുമായിട്ടുള്ള ഇടപാടുകളുടെ സുതാര്യത SFIO പരിശോധിക്കും. അത് പരിശോധന സമയത്ത് തൃപ്തികരമായ ഒരു മറുപടി കൊടുക്കാൻ അത് കർത്തായുടെ കമ്പനിക്കോ അല്ലെങ്കിൽ എക്സാലോജി സൊല്യൂഷനും കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ കിട്ടിയ പണം ആര് ഡിമാൻഡ് ചെയ്തു, ആര് പറഞ്ഞിട്ട് കൊടുത്തു, എന്തിനു കൊടുത്തു, ഇങ്ങനെയുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ അല്പം ബുദ്ധിമുട്ടാണ് രണ്ടു കൂട്ടർക്കും.